സംഘർഷഭരിതമായ നിലവിലെ ഹോർമുസ് അല്ല, അതിനുമപ്പുറം നൂറ്റാണ്ടുകൾക്കുമപ്പുറം ഇന്ന് ഈ കാണുന്ന ലോകത്തെ പടുത്തുയർത്തിയതിൽ ഹോർമുസിന്റെ പങ്ക് അതീവ പ്രാധാന്യമുള്ളതാണ്. ഒരുപക്ഷെ ഇറാൻ എന്ന രാജ്യം ഇന്ന് ഈ ഭൂമിയിൽ അവശേഷിക്കാൻ കാരണം പോലും ഹോർമുസ് അവരുടെ നിയന്ത്രണത്തിലാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ടുകൂടിയാണ്. ഇന്ന് ഹോർമുസ് ഒരു കടൽപ്പാതയാണെങ്കിലും ചരിത്രത്തിൽ നഷ്ടപ്പെട്ട ഒരു ദ്വീപ് നഗരത്തിൽ നിന്നാണ് അതിൻ്റെ പേര് വന്നത് പോലും. മൈലുകൾക്കപ്പുറമാണെങ്കിലും ഹോർമുസ് അടഞ്ഞാൽ ഇന്ത്യയിലെയും എന്തിന് കേരളത്തിലെയും അടുക്കള പോലും താളം തെറ്റും എന്നത് തന്നെയാണ് ഹോർമുസിനെ കുറിച്ചുള്ള ഓരോ വാർത്തയും അറിയാൻ ആകാംക്ഷയോടെ നമ്മൾ തിരയുന്നതിനുള്ള കാരണം. ഹോർമുസ് അടഞ്ഞുകിടന്നാൽ ലോകത്തിൻ്റെ തന്നെ സമയക്രമം പോലും തെറ്റിയേക്കും. ഒരു കാലത്ത് കിങ്ഡം ഓഫ് ഹോർമുസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അതിസുന്ദരിയായ ഒരു ദ്വീപ് സമൂഹമാണ് ഇന്ന് ചോരയുടെയും ശവങ്ങളുടെയും യുദ്ധത്തിൻ്റെയും മണം നൽകുന്നത്. 10-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന ഹോർമുസ് രാജ്യം ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. ഇറാൻ എന്ന് ഇന്നറിയപ്പെടുന്ന പേർഷ്യ, അറബ് മേഖല എന്നിവയുൾപ്പെടെ പേർഷ്യൻ ഗൾഫിന്റെ ഇരുവശങ്ങളും ഈ രാജ്യം നിയന്ത്രിച്ചു. ഇന്ത്യ, പേർഷ്യ, അറബ് ലോകം എന്നിവിടങ്ങളിൽ നിന്നുള്ള വ്യാപാരികളുമായി അതിൻ്റെ ഭരണാധികാരികൾ വ്യാപാര ശൃംഖലകൾ വികസിപ്പിച്ചെടുത്തു. ഇത് പ്രദേശത്തെ സാംസ്കാരികമായി വൈവിധ്യപൂർണമാക്കി. ഇന്ന് ഈ പ്രദേശം ഇറാന്റെ ഹോർമോസ്ഗാൻ പ്രവിശ്യയുടെ ഭാഗമാണ്. ഏകദേശം 167 കിലോമീറ്റർ നീളമുള്ള ഈ പാതയ്ക്ക് ഏറ്റവും വീതി കൂടിയ ഭാഗത്ത് 96 കിലോമീറ്ററും ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് വെറും 39 കിലോമീറ്ററും മാത്രമാണ് വീതിയുള്ളത്. ഈ കുഞ്ഞൻ ഇടനാഴിക്ക് വേണ്ടിയാണ് അമേരിക്ക ഇറാനെ പ്രകോപിപ്പിക്കുന്നത്. 1959 ഇറാനും 1972 ഒമാനും തങ്ങളുടെ സമുദ്രാതിർത്തി 12 നോട്ടിക്കൽ മൈലായി വർദ്ധിപ്പിച്ചു. ഇതോടെ കടലിടുക്ക് പൂർണ്ണമായും ഈ രണ്ട് രാജ്യങ്ങളുടെയും അധീനതയിലായി. പിന്നീട് ഈ കടലിടുക്കിലൂടെ എണ്ണ കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നത് സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളാണ്. ഹോർമുസ് കടലിടുക്കിന്റെ വടക്കൻ തീരം ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ഉപരോധങ്ങളോ സൈനിക നീക്കങ്ങളോ ഉണ്ടായാൽ ഈ പാത അടച്ചുപൂട്ടുമെന്ന ഭീഷണി ഇറാൻ പലപ്പോഴും മുഴക്കാറുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമങ്ങൾ ഒപ്പുവെക്കാത്ത രാജ്യങ്ങൾക്ക് ഈ പാതയിലൂടെ കടന്നു പോകാൻ അവകാശമില്ലെന്നാണ് ഇറാന്റെ വാദം. യുദ്ധക്കപ്പലുകൾ കടന്നു പോകാൻ മുൻകൂർ അനുമതി വേണമെന്നും ഇറാൻ നിഷ്കർഷിക്കുന്നു. ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരും. ഊർജത്തെ ആശ്രയിക്കുന്ന വ്യവസായങ്ങൾ പ്രതിസന്ധിയിലാകും. കപ്പൽ ഗതാഗതം സ്തംഭിക്കുന്നത് വലിയ ഗതാഗത കുരുക്കിനും ചെലവ് വർദ്ധിക്കുന്നതിനും കാരണമാകും. ഇറാന്റെ തീരപ്രദേശത്ത് അമേരിക്ക ഡ്രോണുകളും വിമാനങ്ങളും ഉപയോഗിച്ചുള്ള നിരീക്ഷണം നടത്തി തുടങ്ങിയിട്ട് ഏകദേശം 20 വർഷത്തിലധികമായി. മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുന്നു. കുട്ടികൾ കടൽ തീരങ്ങളിൽ കളിക്കുന്നു. പ്രവാസി തൊഴിലാളികൾ അവരുടെ കുടുംബങ്ങൾക്ക് പണം അയക്കാൻ ദിവസവും കഠിനമായി ജോലി ചെയ്യുന്നു. ഒരു പ്രദേശത്തെ വെറും സൈനിക ഭൂപടമായി കാണുന്ന പ്രവണത ആ പ്രദേശത്തെ മനുഷ്യരെ ജീവിതാനുഭവങ്ങളെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്ക് എന്നത് വെറുമൊരു ജലപാതയല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയാണ്. അവിടെ നടക്കുന്ന ചെറിയൊരനക്കം പോലും നിങ്ങളുടെ പെട്രോൾ പമ്പിലെ വിലയെ വരെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ്.